അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങൾ എന്തെല്ലാമാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട്, വാചക വിശേഷങ്ങളുണ്ട്. ഇന്നലെ നല്ല അടിച്ചു പൊളിച്ച് മഴ പെയ്തു, അതിന്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിലാണ് പെയ്തത് എങ്കിലും എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ രവിചേട്ടൻ എനിക്ക് പിടിച്ചൊക്കെ തന്നിട്ടുണ്ട്. സമയത്ത് വെള്ളം കുറെ മുറ്റത്തൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമുക്ക് കുറെ നാൾ കൂടി മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വലിയൊരു സർപ്രൈസ് ഉണ്ട്. എൻ്റെ കൂട്ടുകാർ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അത് ഭയങ്കര എനിക്കൊരു സന്തോഷമായിരുന്നു. അപ്പൊ ആ സന്തോഷത്തിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വേറെ പിന്നെ വിശേഷങ്ങളും ഒക്കെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നലത്തെ കുറച്ച് വീഡിയോ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ മഴ സംഭവവും കൂട്ടുകാരി വന്ന സംഭവം ഒക്കെ. അത് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് അതിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കാണാതിരിക്കരുത്. ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും കാണണം. ദേഷ്യം വരുന്ന വീഡിയോ ഒന്നുമില്ല. ദേഷ്യം വരുന്ന വീഡിയോ ഒന്നും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടത്തൊന്നുമില്ല. അപ്പൊ ആൾക്കാർക്ക് ദേഷ്യം വരത്തില്ലേ? വേറെ പണിയൊന്നുമില്ല. ഈ പെണ്ണുപിള്ളക്കെന്നും പറഞ്ഞ് തുടങ്ങും അല്ലേ? അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം അതൊക്കെ പോട്ടെ. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോന്നേ. അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും കാണാമല്ലോ. അപ്പം ഇവർക്കൊരു കുത്തിയേക്കാന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഇരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയാൻ പറ്റില്ല. മറ്റുള്ളവർ കണ്ട അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. ഇതിനൊക്കെ വളമിട്ടിട്ട് 2 ആഴ്ച കൂടുതലായി. വൈകിട്ടിടാം എന്നും പറഞ്ഞിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, വൈകിട്ടാകുമ്പോഴത്തേക്കും മടി പിടിക്കും. നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ പരിപാടി ഇത് തന്നെ. ചെടിക്ക് വളമിട്ട് ഇനി അടുക്കളയിലോട്ട് കയറുന്നുള്ളെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇന്നലത്തെ കാറ്റിട്ടും മഴയത്ത് ഉരുണ്ട് വീണ എൻ്റെ ചെടിച്ചട്ടിയുടെ പരിതാപകരമായ അവസ്ഥ ഉണ്ട്. ഇതിന് രക്ഷയില്ല. ഇതിനെ ഞാൻ പറഞ്ഞു ഈ ചെടി അങ്ങ് പോയേ. അല്ല, ഒരു ഭാഗം നല്ലതാട്ടെ. നോക്കട്ടെ, ഇനി അതിനെ ഒന്ന് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വെക്കണം. അപ്പം ഞാനിത് വളമിടാനായിട്ട് എടുത്ത ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് വളമാണ് ഇടുന്നതെന്ന്. ഇതില്ലേ 18 എന്നും പറഞ്ഞിരുന്നു. ചിലവർ 19 എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ വളക്കടയിൽ ചെല്ലുമ്പോഴത്തേക്കും 18 എന്നും പറഞ്ഞാണ് ഇത് തരുന്നത്. ഇത് കണ്ട, ഇതാണ് കണ്ട. അപ്പൊ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. ഒരു ചെടിക്ക് ഇത് മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും. ചെടി കരിഞ്ഞ് അതിൻ്റെ പോക്കിന് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ എന്ത് വളം ഇടുന്നതെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് 18 ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരിതുപോലെ വളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവരിട്ട് കേട്ടോ. ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ റോസ് ഫുള്ള് കരിഞ്ഞുപോയി. റോസിനായിരുന്നു ഇട്ട് കൊടുത്തത്. റോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് പൂവായിട്ട് നിന്ന ഒരു റോസയായിരുന്നു കേട്ടോ. ചെടിച്ചട്ടിക്കകത്ത് പുല്ലുണ്ട്. എൻ്റെ ദൈവമേ, അത് കരിഞ്ഞ് ഒരു പോക്കും പോയി. പാവം, നമുക്ക് തന്നെ കഷ്ടം തോന്നി. അതുകൊണ്ട് ഇത് ഇടുന്നവർ ശ്രദ്ധിക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കാറുള്ളൂ. ഞാൻ കാണിച്ചു തന്നല്ലോ, ശക്കിലീച്ച ഇടാറുള്ളൂ. ഇതെൻ്റെ മുളയാണല്ലോ. അത് നല്ല ഭംഗിയായിട്ട് നിന്നതാണ്. ഇപ്പം നിൽക്കുന്നതുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാമല്ലോ കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ വളം ഇട്ട് കൊടുത്ത് ഇന്നലെ നല്ല അടിപൊളി മഴയായിരുന്നു. മഴയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. അടിപൊളിയായിരുന്നു മഴ പെയ്താലും നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വെള്ളം ഒഴിച്ചേ പറ്റും. കാരണം ഇന്നത്തെ അന്തരീക്ഷം നമുക്കറിയത്തില്ല എങ്ങനെയാണ്. എന്തായാലും രാവിലെ നല്ല വെയിലാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ളതിനൊക്കെ കൂടെ ഞാനൊന്ന് വളമിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ ചെടിക്കും വളമിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി വളമിട്ട് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വെള്ളമൊഴിയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കണ്ട ഈ കോളാമ്പിയെല്ലാം ചരിഞ്ഞത് ഇങ്ങോട്ട് നിൽക്കുക. ഇന്നലത്തെ മഴ കാണിച്ചു വെച്ച നാശങ്ങളാണ് ഇതെല്ലാം കണ്ട.
ഇനി ഇതല്ല മഴ ഇല്ലേന്നും പറഞ്ഞിട്ട് കരയുമായിരുന്നല്ലോ. ഇപ്പം മഴ പെയ്തപ്പോൾ മഴ കുറ്റം പറയുവാല്ലേ. അപ്പം ഇനി വെള്ളം എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകിട്ടേ ഉള്ളൂ ഇതിനെല്ലാം നേരെ നിർത്തുന്നത്. ഇതെല്ലാം കരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കരിഞ്ഞ് നിൽക്കുക. ഇതിനൊക്കെ ഇനി ഓരോ കമ്പ് നാട്ടി കൊടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ വെള്ളം ഒഴിച്ച് കഴിയാറായി. ബാക്കി ഞാൻ ലഭിച്ചായിട്ട് ഏൽപ്പിക്കാൻ പോവാം. അടുക്കളയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി പൗഡർ വെച്ചൊരു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചുമന്നിരിക്കുന്ന പുട്ടിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. റാഗിക്കൊക്കെ ഒരു വേറൊരു കളറല്ല, വെള്ള കളർ കിട്ടത്തില്ലല്ലോ. അപ്പം എന്നാലും എല്ലാവരും റാഗി പുട്ടെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാനും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണിത്. അപ്പം ഇത് വെച്ച് നമുക്കൊരു പുട്ടുണ്ടാക്കാം. ഇത് നമുക്ക് പൊട്ടിക്കാം. എല്ലാവരും മിക്കവരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനേ ഉള്ളെന്ന് തോന്നുന്നു ഇല്ലാത്തത് കേട്ടോ. ഉണ്ടാക്കാത്തവരും കാണും. അപ്പം നമുക്കിത് പൊട്ടിക്കാം. കുറച്ചെടുത്തിട്ട് കാണിച്ചു തരാമേ. ഒരു കൈ ഫോണിരിക്കുന്നു. ഒരു 1.5 ഗ്ലാസ് പൊടിയേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ എന്താ അതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പൊടി നനയ്ക്കുന്ന പോലെ തന്നെയാണ്. ഞാനും ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ പൊടിയൊക്കെ നല്ലവണ്ണം നനച്ചെടുത്തു കണ്ടോ. സാധാരണ പുട്ട് പോലെ തന്നെ കേട്ടോ. നമ്മൾ സാധാരണ പുട്ടിൻ്റെ ഇത് നോക്കുന്നത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് നനഞ്ഞ പരുവായി എന്നല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ ആ പുട്ടുകുറ്റിയില്ലേ, നമ്മുടെ കുക്കറെ വെക്കുന്ന അതിനകത്തൊന്നും ആവി വരുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇനി അതിനെ ഒന്ന് കൊണ്ട് കാണിക്കണം. അവന് വല്ല പനിയോ വല്ല ആയിരിക്കും. കാണിക്കണം. പക്ഷേ കാണിക്കണം എന്നൊക്കെ വിചാരിക്കുവേ. പക്ഷേ നമ്മൾ ടൗണിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ കാര്യം അങ്ങ് വിട്ടുപോകുമെന്നുള്ളതാണ് സത്യം. ഇതിനകത്തോട്ട് അങ്ങ് വാരി അങ്ങ് നിറച്ച് കൊടുത്തേക്കാം. അപ്പം ഞാനിതൊന്ന് വാരി നിറയ്ക്കട്ടെ. കുറേ സമയം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ലെന്തുമായി പോകും. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടവും പഴവുമാണ്. പപ്പടത്തിനെ ഞാനിന്ന് മുറിച്ചിട്ടാണ് കാച്ചുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയ ഡപ്പിയിലിട്ട് അടച്ചു വെക്കാമല്ലോ. ഒന്നിച്ചിട്ട് കാച്ചുവാണെങ്കിൽ വലിയ പാത്രം വേണം പപ്പടം ഇട്ട് അടയ്ക്കാനായിട്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ പാത്രത്തിലാണെങ്കിലും ഇട്ട് അടയ്ക്കാമല്ലോ. പിന്നെ ഞാൻ കോരിയെടുക്കട്ടെ. പുട്ട് വെച്ചിട്ടേ ഉള്ളൂ. ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. ശരിക്കും വരാതെ എടുത്തു കഴിഞ്ഞാൽ പുട്ട് പൊടിഞ്ഞു പോകും. ഇപ്പം വരട്ടെ. അതിന് മുന്നേ പപ്പടത്തിനെ നമുക്കൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ റാഗി പുട്ടുണ്ടാക്കി. ഞാനിത് തിന്നിട്ടില്ല കേട്ടോ. ഞാനിത് തിന്ന് നോക്കിയിട്ട് റിസൾട്ട് പറയാവേ. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് എന്നാലും കളറ് കണ്ടിട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് അംഗീകരിക്കും. ഞാൻ കഴിച്ച് നോക്കിയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. പിന്നെ ഒരു കുറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആവട്ടെ. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കയറാം. അപ്പം ഇന്ന് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. പുളിശ്ശേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരും ഉണ്ട്. ചിലപ്പോൾ കമന്റ് കിടക്കുന്ന കാണാം. പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് കമന്റ് കാണാം. അപ്പൊ ഇന്ന് നമുക്ക് പുളിശ്ശേരി വെക്കാം അല്ലേ. എന്തായാലും എനിക്കും ഇന്ന് ചോറിനകത്ത് ഒഴിക്കാനൊന്നും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നൊരു പുളിശ്ശേരി അങ്ങ് വെച്ചേക്കാം. എന്തെങ്കിലുമൊക്കെ എന്നും ചോറിനകത്തൊക്കെ ഒഴിക്കണ്ടേ. ഇപ്പൊ ഇന്നലെ ഇതുപോലെ മീൻകറിയിൽ ഞാൻ ഒപ്പിച്ചു വിട്ടു. ഒഴിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ മീൻകറി ഒഴിച്ച് കഴിച്ചോളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങനെ ആയി. പക്ഷെ എന്നും നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുളിശ്ശേരി ഇല്ലെങ്കിൽ സാമ്പാർ, രസം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. രവിച്ചേട്ടൻ കഴിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇന്ന് പുളിശ്ശേരിയിലേക്ക് മാറാം. പുളിശ്ശേരി ഞാൻ വിചാരിച്ചു ഏത്തപ്പഴ ഇരിപ്പുണ്ട്, മാമ്പഴ ഇരിപ്പുണ്ട്, ഏതിട്ട് വെക്കണം എന്ന ആലോചനയിലായിരുന്നു. പിന്നെ ഞാൻ ഒരു തീരുമാനത്തിലെത്തി. ഏത്തപ്പഴം തന്നെ ഇട്ട് പുളിശ്ശേരി വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ പഴുത്തത് നമുക്ക് തിന്നാലോ. വരുന്നേ. ഇന്നലെ അയൽക്കൂട്ടത്തിന് പോയപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി തന്നതാട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. അപ്പം ഈ മാങ്ങ കണ്ടുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി വെക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഓർത്തു ഇതാകുമ്പോഴത്തേക്കും കഴിക്കാമല്ലോ. എനിക്ക് ഏത്തപ്പഴം വലിയ താല്പര്യമൊന്നുമില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വെറുതെ തിന്നാലോ. ഇത് ചേമ്പി തിന്നുന്ന മാങ്ങ കേട്ടോ. നല്ല മധുര, സൂപ്പർ. അപ്പം അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ മാറിയത്. അപ്പം ഏത്തപ്പഴം ഇട്ട പുളിശ്ശേരി നമുക്ക് വയ്ക്കാം. ഏത്തപ്പഴമൊക്കെ അരിഞ്ഞു വെച്ച കാര്യം പറഞ്ഞു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പുളിശ്ശേരിയും വെക്കുന്ന പോലെ തന്നെ കേട്ടോ. കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഈ തേങ്ങ നന്നായിട്ട് തേങ്ങ അരച്ചെടുക്കണം. എന്നാൽ മാത്രം നന്നായിട്ട് അരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ തൈരിനകത്തോട്ട് ഇത് ചേർക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പീരയും വെള്ളമായിട്ട് കിടക്കും, അറിയാത്ത തേങ്ങ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല. അപ്പം ഞാൻ ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം തേങ്ങ ഞാൻ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ അരച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. കണ്ട, ഇതുപോലെ അരച്ചെടുക്കണം, എന്നാലേ നന്നായിട്ട് കിട്ടത്തുള്ളൂ പുളിശ്ശേരി. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുക്കാം. ഈ കടുകിൻ്റെ കൂട്ടത്തിൽ 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ പൊടി ചേർക്കുന്നതിലും നല്ലത് ഉലുവ ചേർക്കുന്നതാണ്. ശകലം മതി കേട്ടോ. ഒരു 5-6 ഉലുവ, 5-6 4-5 ആണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ കടുക് വറക്കാം. എല്ലാവരും വിചാരിക്കും, ഞങ്ങൾക്കാർക്കും പുളിശ്ശേരി വെക്കാൻ അറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ കൈ കഴുകട്ടെ. മുളക് എടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കരമായിട്ട് നീറുവന്നി ഇത് പറയാനാ. പിന്നെ കരിയാപ്പലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമുക്കൊരു അടിപൊളി പുളിശ്ശേരി അങ്ങ് വെച്ചേക്കാം അല്ലേ? മാങ്ങയൊക്കെ ഉള്ള അവസരത്തിൽ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്. പക്ഷേ ഞാൻ ഏത്തപ്പഴ പുളിശ്ശേരി വെക്കുന്നത്. മാങ്ങ എനിക്ക് ഞാൻ അതിനോട് ഇതിനകത്തെടുത്ത് ആ ഒരു മാങ്ങ കുറയത്തില്ലേ, അപ്പം അതിടാതിരുന്ന് കഴിഞ്ഞാൽ അതിലെനിക്ക് തിന്നാലോ. അതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി വേണ്ടാന്ന് വെച്ച് ഏത്തപ്പഴ പുളിശ്ശേരി ആക്കിയത്. കടുക് പൊട്ടട്ടെ. നോക്കി നിന്നാൽ കടുക് പൊട്ടുന്ന കാര്യം വലിയ കഷ്ടത്തിലാണ്. അല്ല നമ്മളിത് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറുവാണ്, കടുകും പൊട്ടി ചട്ടിയും കരിഞ്ഞ് പോകും അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല മീൻ വറുത്ത കാര്യം. എന്റെ ദൈവമേ, കരിഞ്ഞ് പുകഞ്ഞ് പാത്രം എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. കാരണം അത് ഒരു തരത്തിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ആയിപ്പോയി. ബോധമില്ലായിരുന്നല്ലോ. മീൻ വറക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ലോകം മുഴുവൻ ചുറ്റാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളാണിതൊക്കെ. കടുക് എത്ര നേരമായി ഞാനിവിടെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് പൊട്ടുന്നുമില്ലേ. തീ കൂട്ടി വെക്കാൻ എനിക്ക് പേടിയാണേ. ഇതുപോലെ തീ കൂട്ടി വെച്ച കടുകൊക്കെ ചട്ടി പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ തീരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഇട്ടെന്ന് ഒന്ന് വഴറ്റാം നമുക്ക്. അപ്പം അത് പൊട്ടട്ടെ. ഇനി ഈ ഏത്തപ്പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെ വരുന്നേ. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ 100 കാര്യത്തിന് പോകണം. നമ്മുടെ വീട്ടമ്മമാരുടെ ഗതികേട് പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലേ? ഒരു കടയിൽ പോയെങ്കിൽ സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോയി നിന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലായിടത്തും നമ്മൾ തന്നെ വേണം അല്ലേ? അപ്പോൾ ഇതാ ഏത്തപ്പഴം ഇട്ട് കൊടുത്തു. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തല്ലേ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി. അപ്പം പിന്നെ നമുക്ക് നന്നായിട്ട് വഴണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ തൈര് ഞാൻ ഒഴിച്ചതാണ്, എപ്പോഴും പറയും അല്ലേ? അപ്പം ഈ തൈര് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. അല്ലെങ്കിൽ ചട്ടി നിറഞ്ഞു തുളുമ്പി താഴെ പോയെങ്കിൽ പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പുളിശ്ശേരി അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട അല്ലേ ചോറുണ്ണാനായിട്ട്. ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം മധുരം ഇതിനകത്തോട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങത്തുള്ളൂ. ഉപ്പുണ്ടോ നമുക്ക്? അടിപൊളി, സൂപ്പറാ. ഇനി ഈ ഏത്തപ്പഴത്തിൻ്റെ ശകലം മധുരവും കൂടി ഇതിനകത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നോക്കട്ടെ. നമ്മുടെ പുളിശ്ശേരി ഇതും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം.
ഇനിയിപ്പോൾ ഇത് തിളച്ച് പോകരുത്. തിളച്ച് കഴിഞ്ഞാൽ കൊള്ളില്ല. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഗ്യാസ് നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കരിയാപ്പലയും കൂടി ഇതിൻ്റെ മീതയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കേട്ടോ, നമ്മുടെ അടിപൊളി പുളിശ്ശേരി. ഈ പുളിശ്ശേരി മതി നമുക്ക് ചോറുണ്ണാൻ. വേറെ ഒന്നും വേണ്ട ചോറിന്. അപ്പം ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ പുളിശ്ശേരിയൊക്കെ വെച്ച് കഴിഞ്ഞല്ലോ. പുളിശ്ശേരി വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് പുളിശ്ശേരി മാത്രം കൂട്ടി എങ്ങനെയാ ചോറുണ്ടെന്നേ. പുളിശ്ശേരി മാത്രമല്ലേ ഉള്ളൂ. അപ്പം പുളിശ്ശേരി കൂടാതെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് മീൻകാരൊക്കെ നോക്കിയിരുന്നപ്പോൾ മീൻകാരന് ഒരാൾ വന്നായിരുന്നു. അപ്പം മീൻകാരൻ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിക്കോരയാണ്. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഉണക്കച്ചെമ്മീനിലേക്ക് മാറി. അപ്പൊ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരും എല്ലാം കൂടി ഇട്ടൊരു കറിയല്ല ഞാൻ ഓർത്ത് പറ്റിച്ചെടുക്കാന്ന് ഓർത്ത്. എപ്പോഴും കറിയല്ലേ എടുക്കുന്നത്. അപ്പൊ ഇന്ന് പീര പറ്റിക്കാൻ നിർക്കും. ഉണക്കച്ചെമ്മീൻ തോരൻ എന്നൊക്കെ പറയത്തില്ലേ, ഇവിടെയൊക്കെ പീര പറ്റിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ 2-3 ചക്കക്കുരുയൊക്കെ കീറിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്വാദാണ്. പിന്നെ ചോറിന് വേറെ കൂട്ടാനൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. പുളിശ്ശേരിയൊക്കെ മാറി നിൽക്കും. ചക്കക്കുരും മാങ്ങയെല്ലാം കൂടി ഇട്ട് നമുക്ക് ഉണക്കച്ചെമ്മീനെ പറ്റിച്ചെടുക്കാം. അതൊരു കറി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പയറെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പയറ് നമുക്കൊരു മെഴുകുവരട്ടി വെക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് മുട്ട ഒരു ഓംലേറ്റും കൂടെ. മുട്ട ഓംലേറ്റ് വെക്കുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മുട്ട തലയിൽ തേക്കാനായിട്ട് ഞാൻ എടുത്തായിരുന്നു. പിന്നെ അന്ന് മുഖത്ത് തേക്കാനൊക്കെ എടുത്തായിരുന്നില്ല, വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം മഞ്ഞ ഞാൻ കളയത്തില്ല കേട്ടോ. കളയുന്നവരുണ്ടോ ഇല്ലയോ, കളയരുത്. മുട്ടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ആരും കളയരുത്. ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ എടുത്ത മുട്ടയിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും കൂടെ ചുമലയും വെള്ളയും എല്ലാം കൂടെ ഒരു മുട്ടയും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാം. അപ്പൊ അതിന് ഉണക്കച്ചെമ്മീൻ നല്ലതായിട്ട് കഴുകി തലയും വാലും എല്ലാം കളഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുവാ, തേങ്ങ തിരുമ്മി എടുത്തായിരുന്നു. അപ്പൊ തേങ്ങയും ചെറിയ ഉള്ളി പച്ചമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു പിടുത്തം പിടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്നും ചതച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവിൽ പോയി ഒരു മാങ്ങ പറിച്ചുകൊണ്ട് വരാം അല്ലേ. പോകാം. ഒരു മാങ്ങ ഇത് പറിച്ചേക്കാം അല്ലേ. ഇത് പറിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഉണക്കച്ചെമ്മീനകത്ത് ഇടാൻ കിളിച്ചുണ്ട മാങ്ങയല്ലേ നല്ലത്. അങ്ങനെ മാങ്ങ പറിച്ചു. എന്ത് എളുപ്പമല്ലേ, കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് പറിച്ചെടുക്കാനായിട്ട് എന്തൊരു സുഖമല്ലേ. ഇത് തോട്ടി വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് അടുക്കളയിലേക്ക് പോകാം. എല്ലാവരും നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ കൂട്ടാൻ വെക്കാം. ഓടി എല്ലാവരും എൻ്റെ കൂടെ എല്ലാവരും പോലെ അറിയാൻ വയ്യാത്ത എല്ലാം കണ്ടുപിടിച്ചോ കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പറിച്ച് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ. ഈ മാങ്ങയുടെ തൊലി ചെത്തണം. അല്ല, തൊലിക്ക് നല്ല കട്ടിയാട്ടോ. എന്താ മണം. കിളിച്ചുണ്ടൻ മാങ്ങയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും അല്ലേ. പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് മഴുത്ത് കിട്ടത്തില്ല കേട്ടോ. മഴുക്കുന്നതിന് മുന്നേ പുഴുക്കും. പിന്നെ എങ്ങനെ പഴുത്ത് കിട്ടുന്നത്? ഒരു കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഒറ്റ പ്രാവശ്യം എനിക്കൊരു മാങ്ങ ഇതിനകത്തുനിന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇതുമാതിരി താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കെപ്പോഴും പുഴു എന്നുള്ളൊരു ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണല്ലോ. അതുകൊണ്ട് അപ്പം ഞാൻ എന്തോ അന്ന് ഞാൻ ഓർത്ത് ഇവനെ ഒന്ന് പൂളി നോക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ പൂളി നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഒന്നും ഞാൻ കണ്ടില്ല, ഒറ്റ പുഴുവിനെയും കണ്ടില്ല. അപ്പം എനിക്കൊരു സംശയം, എന്താ എൻ്റെ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് പുഴു ഉണ്ടായിരിക്കും, കണ്ണ് കാണാൻ മേലാഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചിട്ട് നിന്ന് കഴുകട്ടെ. കണ്ണ് കാണാൻ മേലായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതിനിങ്ങനെ സസൂക്ഷ്മം ഇങ്ങനെ നല്ല നല്ല ഭയങ്കര കളറും ഒരു സ്പൂൺ എടുത്തോട്ട് വന്ന് ഇങ്ങനെ ചെറിഞ്ഞ് നോക്കി. അതും പോരാഞ്ഞിട്ട് അവിടെ ഇരുന്ന് രഘുചേട്ടനോടും പറഞ്ഞു കണ്ണാടി വെച്ച് ഇതിനകത്ത് പുഴു ഉണ്ടോയെന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. പുള്ളിക്കാരനും പുഴു ഉണ്ടോ എന്നിങ്ങനെ നോക്കും. പക്ഷെ അതിനകത്ത് ഒരൊറ്റ പുഴു ഇല്ലായിരുന്നു. അടിപൊളി എന്നോ ടേസ്റ്റായിരുന്നു എന്നറിയാമോ മാങ്ങയ്ക്ക്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് കഴിഞ്ഞേ പിന്നെ മാങ്ങ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. മാങ്ങ ഇഷ്ടംമാതിരി മാങ്ങ വീഴുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, പഴുക്കുന്നതിന് മുന്നേ കൊഴുക്കുന്ന മാങ്ങയാണിത്. പക്ഷെ ഈ പരുവത്തിലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ എങ്ങനെ പഴുക്കുമ്പോൾ ഇതിനകത്ത് പുഴു വരുന്നു എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി അങ്ങ് വെച്ചു ആകട്ടല്ലേ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മാങ്ങ ഇടാം. പിന്നെ ഉണക്കച്ചെമ്മീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയിലിട്ട് പൊടിക്കുന്നില്ല, നമ്മുടെ ഇടികല്ല് അതിനകത്തോട്ടിട്ട് ഞാൻ ഓർത്തൊന്ന് ചതച്ചെടുക്കാണ്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് നമ്മളൊരു സ്റ്റൗവേലോട്ട് അങ്ങോട്ട് ഉപയോഗിച്ച് കൊടുക്കും. പിന്നെ അത് പറ്റുമ്പോഴത്തേക്കും നമ്മൾ എടുക്കും. എന്താ ടേസ്റ്റ് അല്ലേ. ഒരു പുളും കൂടി ഇട്ടേക്കാം, ചിലപ്പോൾ പുളി ഇല്ലെങ്കിലും. മതിയായിരിക്കും, മതി. കൂടുതൽ പുളി ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇത് മതി. ഇനി നമുക്ക് ചെമ്മീനെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇടികല്ലിനകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ ഇതങ്ങോട്ട് ചതച്ചെടുക്കാം. അതിൽ നിന്ന് തുടച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അത് വേണ്ട, നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനകത്താകുമ്പോഴത്തേക്ക് ശരിക്കും അങ്ങോട്ട് പൊടിയത്തുമില്ല, എന്നാൽ നമ്മുടെ ആവശ്യത്തിനത് പൊടിഞ്ഞും കിട്ടും. അതുപോലെ പണ്ടൊക്കെ ഇതുപോലെ ഉണക്കച്ചമ്മീനൊക്കെ ഇങ്ങനെ അമ്മ വറക്കുമ്പോഴത്തേക്കില്ലേ ഞങ്ങൾ പോയി എടുത്ത് തിന്നുമായിരുന്നു ഇതുപോലെ. ഇപ്പം നമുക്കതൊന്നും വേണ്ടല്ലേ സത്യത്തിൽ. അപ്പം ഇത് പൊടിച്ചു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. കരിവേപ്പില ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ആദ്യം കുറച്ചേ ചേർത്ത് കൊടുക്കാറുള്ളൂ. കാരണം ഉണക്കച്ചമ്മീൻ എന്ന് പറയുമ്പോഴേ അതിനകത്ത് ഉപ്പ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. ചക്കക്കുരു കഴുകിയിട്ടില്ല, കഴുകിക്കൊണ്ടുവരാം. ചിലവർക്ക് ചക്കക്കുരു ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ രവിചേട്ടനും ചക്കക്കുരു വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ അതിലും വലിയ കള്ളിയാണ്. ഇത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ചക്കക്കുരുവിനെ പെറുക്കി മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങ് കൊടുക്കും. ചക്കക്കുരു ഇട്ടിട്ടേ ഇല്ല. നമ്മളോടാണോ കളി അല്ലേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാടുമില്ല കേട്ടോ. അറിയാൻ വയ്യാത്തവർ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ചോറുണ്ണാനായിട്ട് പിന്നെ പ്രത്യേകിച്ചൊരു കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇത് മാത്രം മതി. കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ചേർത്ത് കൈ കഴുകട്ടെ. ഇപ്പൊ ഉണക്കച്ചെമ്മീൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ആയി. മണി 12 ആയി കേട്ടോ. രാവിലെ ആ ചെടിക്കിടയിലൊക്കെ ഇറങ്ങാൻ പോയതാണ് ഇതിൻ്റെയൊക്കെ കാര്യം. അല്ലെങ്കിൽ ഇപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് ഇവിടെ കുത്തിയിരിക്കേണ്ട സമയമായി. പക്ഷേ എങ്കിൽ നമുക്കങ്ങനെ കുത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പല 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 ബിസിനസ്സുകളല്ലേ, വീഡിയോ പിടിക്കണം, അതൊക്കെയല്ലേ പരിപാടി. അപ്പം ഇതാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചെമ്മീനും മാങ്ങയും ചക്കക്കുരും ഒക്കെ കൂടെ ഇട്ടത് പറ്റുന്നൊരു ശക്കലം കൂടെ പറ്റിയാൽ മതി കേട്ടോ. തീ ഒത്തിരി ഡ്രൈ ആകരുത്. ഒത്തിരി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. ഒരു ശക്കലം കൂടെ കഴിയുമ്പോൾ ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യും. അതുപോലെ മെഴുക്കോട്ട് റെഡിയായി. അതുപോലെ നമുക്ക് മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കാം. ഇതാ മുട്ട ഓംലേറ്റിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടെ. എപ്പോഴും തേങ്ങ ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടാൽ നല്ലതാണ്. പക്ഷേ കുരുമുളക് പൊടിച്ചത് തീർന്നു. കുരുമുളക് മൊത്തക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുരുമുളക് പൊടി എനിക്കിഷ്ടമില്ല കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചിടുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി പൊടിക്കണോ, ഞാനോർക്ക് വേണ്ട, നമുക്കല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. നോൺ സ്റ്റിക്കിൻ്റെ കല്ലൊന്നുമല്ല കേട്ടോ, നമ്മുടെ സാദാ കല്ലാണ്. ഒരെണ്ണം മതിയല്ലോ. ഞാൻ ചേട്ടനും കൂടെ മുറിച്ചെടുക്കും. മുട്ടയപ്പം, ചിലവർ പറയുന്ന മുട്ടയപ്പം എന്നല്ലേ, പല സ്ഥലങ്ങളിലും പലത് പറയും അല്ലേ. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. പിന്നെ ഞാൻ കുറച്ച് നേരം ഓടിപ്പോയി നമ്മുടെ ഹോളിലോട്ടിരിക്കും, ഫാൻ ഇട്ടിട്ട് നല്ല സുഖമായിട്ടിരിക്കും. അപ്പം നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ, അയ്യോ ഇപ്പം എങ്ങും ഉണ്ണാറാകല്ലേ എന്നാണ്. കാരണം അത്രയും സമയം കൂടെ നമുക്കവിടെ ഇരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ട ഓംലേറ്റും കൂടെ ആവട്ടെ. ഇപ്പോൾ ചോറുണ്ണാനുള്ള സമയമൊക്കെ ആയി. ഇതാ ചോറൊക്കെ വിളമ്പി, ഇനി കഴിച്ചാൽ മതി.
വെള്ളം കുടിച്ച് കുടിച്ച് ചോറൊന്നും വേണ്ട, വയറ് നിറഞ്ഞിരിക്കുക. തണുത്ത വെള്ളം അല്ലേ കുടിക്കൂ. ചൂട് സമയത്ത് തണുത്ത വെള്ളം കുടിക്കരുതേ കുടിക്കരുതേ എന്ന് പറയും. പക്ഷെ നമുക്കൊന്നും അനുസരണയില്ല. നമ്മളെല്ലാവരും തണുത്ത വെള്ളമേ കുടിക്കൂ, ഞാൻ ഉൾപ്പെടെ. എന്ത് ചെയ്യാനല്ല, നമുക്കത് കുടിച്ചാലേ ഒരു സുഖമുള്ളൂ. ചൂടുവെള്ളമൊന്നും കുടിച്ചാൽ സുഖമില്ല. ഞാൻ കുടിക്കാറുണ്ട്, എന്നിട്ട് തൊണ്ടയും വേദനയും പിടിച്ച് അവിടെ ഇരിക്കും. അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പം ഞങ്ങൾ ചോറുണ്ണിട്ടെ, എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? ഇത് നമ്മൾ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കുമല്ലോ, ആ സമയത്താണ് വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇരുന്ന് എന്നാ എഴുന്നേക്കാം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് കട്ടിലെന്ന് ബെഡിൽ അങ്ങോട്ട് എഴുന്നേറ്റ് ഇപ്പോൾ ഒരു വണ്ടിയുടെ വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഈ വണ്ടി നമ്മുടെ ഇങ്ങോട്ടാന്ന് തോന്നുന്നു, ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, അത് ഗിരിജയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഇവളെന്തിനാ വരുന്നത്, ഇനി വല്ലോ സംശയം വല്ലതും ചോദിക്കാനായിട്ട് വന്നതായിരിക്കും, ഒന്നും അറിയില്ല എന്താ. എന്നാ അപ്പൊ പുള്ളിക്കാരൻ തന്നെ ഗേറ്റും അടച്ച് വണ്ടി അകത്ത് കയറ്റി വെച്ചിട്ട് കയറി. ഞാൻ പറഞ്ഞെന്നാ ഇരിക്കെ, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യം എന്താന്ന് മാത്രം പറയുന്നില്ല. ഇതിന് മുന്നൊരു ദിവസം കാര്യനോട് പറഞ്ഞായിരുന്നു, കാര്യം എന്താന്ന് പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ബാജി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇരി എന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്നു. അപ്പൊ കാര്യം എന്താണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, അതപ്പം നോക്കണം കേട്ടോ. എന്ത് കാര്യമാണെന്ന് നോക്കണേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ രസമാകത്തില്ലല്ലോ. അതപ്പം നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ ശരിയാകത്തുള്ളൂ. അപ്പം വീഡിയോ ഒന്ന് നോക്കണേ, കാണണം കേട്ടോ. ഇന്നലത്തെയാണേ. അപ്പം കണ്ടു നോക്കുക. ഇത് കണ്ടോ, നമ്മുടെ ഗിരീഷ് വെറൈറ്റി വ്ളോഗ് എന്നെ കാണാൻ വന്ന എന്തിനാണെന്നറിയാമോ? മോണിറ്റൈസേഷൻ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. താങ്ക് യു. എനിക്ക് വാങ്ങി, നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അയ്യോ എന്താണെല്ലാം കാണിക്കണ്ടേ? ഇതെന്തും ഇതിനകത്ത് വേണ്ട, അതെന്തുവാ എനിക്ക് വലിയ കൊച്ചിന്റെ കാര്യം എന്താ ഞാനങ്ങനെ വിളിച്ച സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത് കണ്ട, ഇത് പേര് പറഞ്ഞതെന്ന് പറഞ്ഞ സുഖിയൻ. പിന്നെ ഇതാ ഒരു കേക്ക്, നമുക്ക് സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ലേ കണ്ട, ക്യാരറ്റ് കേക്ക്. എന്ത് വേണം, പിന്നെ എനിക്ക് വയ്യ കേട്ടോ. ഞങ്ങള് ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ. ഇന്നലെ ഞാൻ വ്ളോഗിൽ ഇട്ടായിരുന്നു, ഇന്നലെ കണ്ടില്ലായിരുന്നു വ്ളോഗ്. ഇന്ന് ഇട്ടോ കൊച്ചേ? ഇടത്തില്ല കേട്ടോ അങ്ങനെ. അപ്പം എല്ലാരും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ, ദിവസവും വീഡിയോ ഇടാൻ പറയണം. മടിച്ച് പാവോ ഒന്നും പറയാനില്ലേ, പറ. അപ്പൊ എല്ലാരും അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ടല്ലേ. സപ്പോർട്ട് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയത് കേട്ടോ. ഒരുപാട് താങ്ക്സ്. സമ്മാനത്തിനും ഒക്കെ. ഇതൊക്കെ പിന്നെ കാണാം. ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു. ഒറ്റ മഴയ്ക്ക് പെയ്ത വെള്ളമാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? രാത്രി ആയിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നല്ലേ. ഇടിയെന്ന് പറഞ്ഞ സൂപ്പർ, ഭയങ്കര ഇടി. നമ്മൾ കടലെല്ലാം അടച്ചിട്ട് അപ്പം ഇടി വന്നപ്പോഴത്തേക്ക് ഞാൻ സുപ്രിയ എൻ്റെ അനിയത്തിയൊക്കെ ഓർത്ത് പോയി. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടി. എവിടേക്കോ എന്തെല്ലാമോ സംഭവിച്ചിട്ടുണ്ട് ആ ഇടിയിൽ. അതുപോലത്തെ ഒച്ചയായിരുന്നു. ഭയങ്കര പൊളിയാനാണെങ്കിൽ ഭയങ്കരം. ടിവിയുടെ കോഡാണെങ്കിൽ ഊരിയിട്ടില്ലായിരുന്നു. അപ്പം ദാ ഒരാൾ രവിചേട്ടൻ പോയി കൊള്ളിയാൻ വരുവാ. നല്ല അടിപൊളി കൊള്ളി ഊരുവാ. ഞാൻ പറഞ്ഞു ഊരുന്നില്ല, ടി വി പോയെങ്കിൽ പൊട്ടേ ഇനി പോരാൻ പറഞ്ഞു. അവസാനം ഊരിയില്ല. ടി വി എന്തായാലും പോയില്ലെന്ന് തോന്നുന്നു. വെച്ച് നോക്കിയിട്ടൊന്നും ഇല്ല. മിക്ക നിറച്ച് വേണമാ, റോഡ് മുഴുവൻ വേണമാ. അതുപോലെ നിർത്താതെ അടിപൊളി മഴയായിരുന്നു. പക്ഷെ ഇപ്പം ഇച്ചിരി ചൂടിന് കുറവുണ്ട് കേട്ടോ, നല്ല കുറവുണ്ട്. ഇതിപ്പോൾ ഒഴുകിപ്പോവും, പറ്റിപ്പോവും. അപ്പം അവിടെ ആ റോഡിലാരാണ്ട് നമ്മളവിടെ വലിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം പോകാനായിട്ട്. അത് അടഞ്ഞിരിക്കുമായിരുന്നു. രാത്രി പോയി കുത്തുന്നുണ്ട്. അവിടെ എങ്ങാണ്ട് സിമെന്റ് അരച്ചിട്ട് പൊട്ടിച്ചു വിട്ടപ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ വെള്ളം ഫുള്ള് പറ്റി. വെള്ളത്തിൽ കഴിച്ചു കിടക്കുന്ന പാതരാത്രിയില്ല. ഇപ്പോഴും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പൊ മഴ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചിട്ട് രക്ഷയില്ലായിരുന്നു. ഇടി കൊണ്ട് നമുക്ക് കടവ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ മഴയൊന്ന് മാറി ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇപ്പൊ പൊള്ളിയാനും ഇടിയെല്ലാം മാറി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടുകാരനോട്, അയ്യോ വെള്ളം ഇപ്പൊ പോകുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് പോകത്തൊന്നുമില്ല,
അവിടെ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.